നമസ്കാരം. പ്രൈം ഡിബേറ്റ് തുടങ്ങുന്നു. വാക്ക് ലംഘിച്ച സർക്കാരിനെതിരെ പ്രതിഷേധിച്ച സമരക്കാർക്കെതിരെ പുതുവൈപ്പിൽ പോലീസിന്റെ ഗുണ്ടാരാജ്. IOC പ്ലാന്റിനെതിരെ സമരം നടത്തിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച് പോലീസ്. ഇതിനെതിരെ പ്രതിഷേധമുയരുന്നത് പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല. മന്ത്രിമാരായ S. ശർമ്മയും മേഴ്സിക്കുട്ടിയമ്മയും പോലീസ് നടപടിയെ വിമർശിച്ചപ്പോൾ DCPക്കെതിരെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് VS അച്യുതാനന്ദൻ തന്നെയാണ്. പ്രകോപിപ്പിച്ച് പ്രതിഷേധമുണ്ടാക്കി പോലീസ് വേട്ട നടത്തുമ്പോൾ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയുന്നില്ലേ? സർക്കാരിന്റെ നയമല്ല പോലീസിന്റേത് എന്ന് ഇനി ന്യായീകരിക്കുമോ? 2200 കോടിയുടെ പദ്ധതിയുമായി മുന്നോട്ടു പോകുമ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാരിന് ഇതുവരെ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുതുവൈപ്പിൽ സംഘർഷം. സമരക്കാർക്ക് നേരെ വീണ്ടും പോലീസിന്റെ ക്രൂരമർദ്ദനം. സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം ഗുരുതര പരിക്ക്. പുതുവൈപ്പിൽ നാളെ കോൺഗ്രസ് ഹർത്താൽ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതായി IOC. പ്രശ്നപരിഹാരം തേടി മുഖ്യമന്ത്രി യോഗം വിളിച്ചു. IOC ടെർമിനലിനെ ന്യായീകരിച്ച് ധനമന്ത്രി തോമസ് ഐസക്. അപകടമുണ്ടാകുമെന്ന ആശങ്കയുണ്ടെങ്കിൽ സുരക്ഷ ഒരുക്കുകയാണ് വേണ്ടതെന്നും ധനമന്ത്രി. ജനകീയ പ്രക്ഷോഭത്തെ മർദ്ദനമുറകൾ കൊണ്ട് അടിച്ചമർത്താനുള്ള ശ്രമം അപലപനീയമെന്ന് ഉമ്മൻചാണ്ടി. യതീഷ് ചന്ദ്രയെ സസ്പെൻഡ് ചെയ്യണമെന്ന് VS. സംസ്ഥാനത്തെ പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളിലെ വീഴ്ച സംബന്ധിച്ച് മുഖ്യമന്ത്രി. വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. പനിമരണം തടയുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമെന്ന് ചെന്നിത്തല. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് MM ഹസൻ. ഡെങ്കിപ്പനി ടെസ്റ്റ് കാർഡിന് സർക്കാർ ആശുപത്രിയിൽ പണം വാങ്ങുന്നത് തടയുമെന്ന് KK ശൈലജ. News 18 ഇംപാക്ട്. കുമ്മനം രാജശേഖരൻ MLA എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്തത് MLA എന്ന പരിഗണനയിൽ. PN പണിക്കർ അനുസ്മരണ വേദിയിലെത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച പട്ടിക പ്രകാരം. ജൂലൈ 1 മുതൽ GST പ്രാബല്യത്തിൽ. സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഇടപെടൽ ഫലം കണ്ടു. അന്യസംസ്ഥാന ലോട്ടറികൾക്ക് 28% നികുതി. സംസ്ഥാന ലോട്ടറികൾക്ക് 12% മാത്രം. Close, that's come back in. Given. That's an absolute perler. Will Sharma review. 7 വിക്കറ്റ് വീണു ഇന്ത്യ തോൽവിയിലേക്ക്. രോഹിതും കോഹ്ലിയും തുടക്കത്തിലെ പുറത്തായി. ലക്ഷ്യം 339 റൺസ്. പാക് ഓപ്പണർ ഫഖാർ സമാന് കന്നി സെഞ്ചുറി. ഇന്തോനേഷ്യൻ സൂപ്പർ സീരീസ് കിരീടം ശ്രീകാന്തിന്. ജപ്പാന്റെ സഗായിയെ തോൽപ്പിച്ചത് നേരിട്ടുള്ള സെറ്റുകൾക്ക്. ശ്രീകാന്തിന്റേത് 3ാമത്തെ പ്രധാന കിരീടം. പുതുവൈപ്പിലെ പോലീസ് രാജ് ആരുടെ നയം? കൊച്ചി പുതുവൈപ്പിൽ LPG സംഭരണ കേന്ദ്രത്തിലേക്ക് ജനകീയ സമരസമിതി പ്രവർത്തകർ നടത്തിയ സമരത്തിന് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് IOC നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ബുധനാഴ്ച യോഗം വിളിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പുതുവൈപ്പിനിൽ സമരസമിതി പ്രവർത്തകർ സമരം ആരംഭിച്ചത്. LPG ടെർമിനലിനെതിരെ മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചു. പ്ലാന്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. പോലീസ് ലാത്തിച്ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ സമരസമിതി പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. സ്ത്രീകളടക്കം 150 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെ ഞാറക്കൽ പോലീസ് കേസെടുത്തു. 4 വനിതാ പോലീസുകാർക്കടക്കം 10 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. സമരത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടെങ്കിലും സമരം തുടരാനാണ് തീരുമാനം. എന്റെ ജീവൻ എനിക്ക് പ്രശ്നമില്ല. ഞാനിപ്പോ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ കൊണ്ടുപോകണ്ടാരും. ഞാനിവിടെ കിടന്ന് മരിച്ചാലും എനിക്ക് IOC പോയാൽ മതി. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ജനകീയ പ്രക്ഷോഭം ആളിക്കത്തിയതോടെ പുതുവൈപ്പ് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 21 വരെ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജില്ലാ കളക്ടറെ അറിയിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചിഴിച്ച പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പുതുവൈപ്പിനിൽ IOCക്കെതിരായ ജനകീയ പ്രതിരോധം പ്രതിദിനം കൂടുതൽ ശക്തമാവുകയാണ്. ജനകീയ സമരങ്ങളോട് ജനകീയ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്. പുതുവൈപ്പിനിൽ നിന്നും ക്യാമറാമാൻ ഷിജോ എം ജെയിംസിനൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18. പുതുവൈപ്പിലെ പോലീസ് നടപടി സർക്കാരിനും പ്രതിസന്ധിയാവുകയാണ്. തുടർച്ചയായി വിമർശന വിധേയമാകുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിപക്ഷത്തിനു പുറമെ ഭരണമുന്നണിയിലും പ്രതിഷേധം ശക്തമാണ്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാളെ പുതുവൈപ്പിനിൽ ഹർത്താൽ ആചരിക്കും. പോലീസ് കമ്മീഷണറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ രംഗത്തെത്തി. സമരക്കാരെ തല്ലിച്ചതച്ച പോലീസ് നടപടി ആഭ്യന്തര വകുപ്പിനെയും അതുവഴി മുഖ്യമന്ത്രിയുമാണ് പ്രതിരോധത്തിലാക്കുന്നത്. സമരക്കാരെ നേരിട്ട ശൈലി ഇടതുമുന്നണിയുടെ പോലീസ് നയം വ്യക്തമാക്കുന്നുവെന്നാണ് ആരോപണം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം പോലീസ് നടപടിക്കെതിരെ രംഗത്തെത്തി. പുതുവൈപ്പിൻ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ ശക്തമായ സമരം ഉയർത്തിക്കൊണ്ടുവരാനാണ് നീക്കം. അവിടെ പോലീസ് അനാവശ്യമായ ലാത്തിചാർജ് നടത്തി ആളുകളെ പീഡിപ്പിക്കുന്നു. അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. തന്നെയുമല്ല, സമരക്കാരുമായി ഗവൺമെന്റ് ചർച്ച ചെയ്തൊരു പരിഹാരം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനകത്ത് വലിയ വിഷമമുണ്ട്. ഇതിനെ ഞാൻ ശക്തമായി അപലപിക്കുന്നു. പോലീസ് ലാത്തി ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതരുത്. സർക്കാർ കുറെ കൂടി ഉത്തരവാദിത്വപരമായി പെരുമാറണം. ഈ ലാത്തി ചാർജ് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണം. കോൺഗ്രസ് നാളെ പുതുവൈപ്പിനിൽ ഹർത്താൽ ആചരിക്കും. പോലീസ് നടപടി കാടത്തമെന്നാണ് KPCC പ്രസിഡന്റ് MM ഹസന്റെ നിലപാട്. വിവിധ പ്രതിപക്ഷ നേതാക്കൾ സമരസ്ഥലം സന്ദർശിച്ചു. സർക്കാരിന്റെ പ്രതിച്ഛായ തന്നെ മോശമാക്കുന്ന പോലീസ് നടപടി ഭരണമുന്നണിയിലും ശക്തമായ വിമർശനത്തിനിടയാക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയെ പുറത്താക്കണമെന്നാണ് VS അച്യുതാനന്ദന്റെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സമരക്കാരോടുള്ള സർക്കാരിന്റെ പൊതു സമീപനത്തെയും VS വിമർശിച്ചു. സമരക്കാരെ അടിച്ചമർത്തുന്നത് ഇടതുമുന്നണി നയമല്ലെന്ന് CPI നേതാവ് ആനി രാജയും പ്രതികരിച്ചു. പുതുവൈപ്പിൻ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കുട്ടികളോടുള്ള പോലീസ് നടപടി അംഗീകരിക്കാനാവില്ല. സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ടെത്തി വിശദീകരണം നൽകണം. പോലീസ് നടപടി തെറ്റായിപ്പോയെന്ന പൊതുവികാരമാണ് സർക്കാർ കേന്ദ്രങ്ങൾക്കുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം IOC ടെർമിനലിനെ ന്യായീകരിച്ച് ധനമന്ത്രി തോമസ് ഐസക് അപകടത്തെപ്പറ്റി ആശങ്കയുണ്ടെങ്കിൽ സുരക്ഷ ഒരുക്കുകയാണ് വേണ്ടതെന്നും പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു. ജനകീയ പ്രക്ഷോഭത്തെ മർദ്ദനമുറകൾ കൊണ്ട് അടിച്ചമർത്താനുള്ള ശ്രമം അപലപനീയമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. ഈ LNG ടെർമിനൽ വരുന്ന എന്താ ബോംബ് എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ നെവർ അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കത്തിക്കാനിത് വേണ്ടേ? ഇതെവിടെയെങ്കിലും ഇറക്കിയിട്ടില്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ലോകത്ത് ഇവിടെ മാത്രമല്ലല്ലോ ഇത് നടക്കുന്നത്. ഇന്ത്യ തന്നെ എല്ലായിടത്തും ഇല്ല. ഒരു കാര്യം വ്യക്തം, നമുക്ക് പൈപ്പ് ലൈൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല, രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആ നിലപാടുകളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ശാസ്ത്രയുഗത്തിൽ നിന്ന് അപകടത്തിൻ്റെ സാധ്യത പ്രോബിലിറ്റി ഗണ്യമായിട്ട് കുറക്കാൻ പറ്റുന്ന സംവിധാനം. അതിന് ചിലവുണ്ട്, ആ ചിലവ് വഹിക്കണം. മനസ്സിലായി? അവിടെ സേവ് ചെയ്യാൻ പോരുത്. അതിനൊരു കമ്മിറ്റി വെച്ച് നോക്കിയിട്ട് ആ സാധ്യതകളൊക്കെ പരിഗണിക്കുന്നുണ്ട്, അതിന് പ്രതിവിധികൾ എടുക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. അത് സമരം ചെയ്യുന്നവരെയും ബോധ്യപ്പെടുത്തണം. മനുഷ്യന്മാരെല്ലാം വർത്താനം തീർക്കണം. അതിന് ശ്രമിക്കും. ഈ അടിച്ചമർത്തൽ നയത്തോട് ഒരു വിധത്തിലും യോജിപ്പില്ല. ഏത് പ്രശ്നവും ചർച്ചയിലൂടെയാണ് പരിഹാരമുണ്ടാക്കേണ്ടത്. ചർച്ച പോലും ചെയ്യാതെ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്ന നിലപാടിനോട് ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ക്രിയാത്മകമായിട്ടുള്ള സമീപനമാണ് ആവശ്യമായിട്ടുള്ളത്. ചർച്ചയിൽ പങ്കെടുക്കാൻ മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് കൊച്ചിയിൽ നിന്ന്, അതോടൊപ്പം തന്നെ പുതുവൈപ്പ് ജനകീയ സമര സമിതി നേതാക്കൾ ഒരാളായ സ്വാദിഷ് സത്യനും കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഡൽഹിയിൽ നിന്ന് CPI ദേശീയ കൗൺസിൽ അംഗം കമല സദാനന്ദൻ, മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ
തിരുവനന്തപുരത്തു നിന്നും നമുക്കൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ CPM നേതാക്കളെയും സാമൂഹ്യ നിരീക്ഷകരെയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം പുതുവൈപ്പ് ജനകീയ സമര സമിതി നേതാക്കളിൽ ഒരാളായ സ്വാദിഷ് സത്യൻ, എന്തായിരുന്നു പോലീസ് നിങ്ങൾക്കെതിരെ തിരിയാനുള്ള പ്രകോപനം? അതിന്റെ സാഹചര്യം എന്തായിരുന്നു ഇന്ന് പുതുവൈപ്പിൽ? ഇന്ന് വാസ്തവത്തിൽ പുതുവൈപ്പിൽ നടന്നത് അതിജീവനത്തിന് വേണ്ടി വൈപ്പിൻ ജനത നടത്തിവരുന്ന വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ 126 ദിവസങ്ങളായി നടത്തിവരുന്ന സമരത്തെ പോലീസിൻ്റെ ഗുണ്ടായിസം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുവാനുള്ള ഭരണകൂട വർഗത്തിൻ്റെ ഒരു പ്രകോപനമാണ് അവിടെ നടന്നത്. വാസ്തവത്തിൽ അവിടെ നടന്നത്, ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ലാത്തി ചാർജും യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ ഒരു ലാത്തി ചാർജും അതുപോലെ അറസ്റ്റുമെല്ലാം ഉണ്ടായിരുന്നു. ആ അറസ്റ്റിനെ തുടർന്ന്, ആ ലാത്തി ചാർജിനെ തുടർന്ന് മേഴ്സിക്കുട്ടിയമ്മയുമായിട്ട് മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയുമായിട്ട് ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നിരുന്നു, ഹരിത ട്രൈബ്യൂണൽ വിധി വരുന്നത് വരെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാമെന്നും അതോടൊപ്പം തന്നെ അവിടെയുണ്ടായിരുന്ന വൻ പോലീസ് സന്നാഹത്തെ പിൻവലിക്കാമെന്നും മെട്രോയുടെ ഉദ്ഘാടന പരിപാടിക്ക് ശ്രീ പിണറായി വിജയൻ വരുമ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമ്പോൾ ചർച്ചയ്ക്ക് വഴിയൊരുക്കി തരാമെന്നുമെല്ലാം മേഴ്സിക്കുട്ടിയമ്മ ഒരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പ് അപ്പാടെ ലംഘിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പുതുവൈപ്പിൽ കണ്ടത്. ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും വൻ പോലീസ് സന്നാഹത്തിൻ്റെ കാവലിൽ, വൻ പോലീസ് സന്നാഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. അത് നടക്കുന്നത് കണ്ട് സമരസമിതി പ്രവർത്തകർ ആ നിർമ്മാണ പ്രവർത്തനത്തെ ഉപരോധിക്കാൻ ചെന്നപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പോലീസിൻ്റെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ കല്ലേറ് നടന്നു. ആ കല്ലേറിനെ തുടർന്ന് ചിതറിയോടിയ ജനങ്ങൾക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് ലാത്തി വീശുകയാണ് ഉണ്ടായത്. അതിലേകദേശം ഞങ്ങളുടെ 38ഓളം ജനങ്ങൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 380ഓളം ഞങ്ങളുടെ പ്രവർത്തകരെ ഇപ്പോഴും അകാരണമായി വിവിധ സ്റ്റേഷനുകളിൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളവിടെ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലായിട്ട്. കൃത്യമായി ഞായറാഴ്ച സാധാരണ രീതിയിൽ നിർമ്മാണങ്ങൾ പ്രവർത്തനം നടക്കാത്ത ഞായറാഴ്ച നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു. അത് ഏത് രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കാനാണ് എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു. 500-ലേറെ പ്രതിഷേധക്കാർ വരുമ്പോൾ കൃത്യമായി വലിയ തോതിൽ പോലീസ് സന്നാഹത്തെ വിന്യസിക്കുന്നു. ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ പ്ലാന്റിനകത്തുനിന്നുണ്ട് പ്രകോപനം ഉണ്ടാകുന്നു. പക്ഷേ അത് അക്രമാസക്തരായത് പ്രതിഷേധക്കാരാണ് എന്ന് പോലീസ് ഭാഷ്യം നടത്തുന്നു. ഈ രീതിയിൽ, ഈ പ്രകോപനപരമായ രീതിയിൽ പോലീസ് നയം ഉണ്ടാകുമ്പോൾ അത് ആരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ആലോചനയായിരിക്കും? പോലീസിന് മാത്രമാണോ ഇതിനുള്ള ഉത്തരവാദിത്തം? യതീഷ് ചന്ദ്രയെ മാറ്റണമെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എന്താ, മേരി ജോണിനെ മാറ്റണം, പകരം റോസി ഇറങ്ങണം എന്ന് സിനിമാ പാട്ട് പോലത്തെ ഒരു കാര്യമുണ്ട്. ഇത് ഇയാളാരാണ് യതീഷ് ചന്ദ്ര? ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ പേര് സ്വാദിഷ് എന്നല്ലേ? സ്വാദിഷ്, നല്ല സ്വാദിഷ്ടമായ ഒരു ഇര. അദ്ദേഹത്തിൻ്റെ കൈയൊടിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇരകളും വേട്ടക്കാരനും എന്നുള്ളൊരു പ്രയോഗം നമ്മൾ തീർച്ചയായിട്ടും കേരളത്തിൽ മുത്തങ്ങ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യതീഷ് ചന്ദ്രയാണോ ഈ കാര്യങ്ങൾ തീരുമാനിക്കുക? ഇവിടുത്തെ പ്രശ്നം തലസ്ഥാനത്തുള്ള നിർദ്ദേശങ്ങളാണ്. തലസ്ഥാനത്തിരിക്കുന്നവരുടെ തലസ്ഥാനത്തല്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവാണിത്. ഇതിൽ വളരെ സങ്കടകരമായ ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ഇന്ന് നടന്ന ഈ പോലീസ് അതിക്രമത്തിൻ്റെ ക്രൂരതയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പ് മന്ത്രി അഥവാ മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി അർദ്ധരാത്രിയായിട്ടും സ്ത്രീകളടക്കമും പിഞ്ചു കുട്ടികളടക്കമുള്ളവർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ വിസമ്മതിച്ച് നിൽക്കുമ്പോൾ ഞാൻ നേരിട്ടാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ വിളിക്കുന്നത്. എറണാകുളത്ത് ഞങ്ങളൊരു ഡെലിഗേഷൻ പോയി മന്ത്രിയുമായി ചർച്ച ചെയ്തു. ഒറ്റ കാര്യമാണ് മന്ത്രി പറഞ്ഞത്. 1, നാളെ പോലീസിനെ പിൻവലിക്കും. 2, ഞാൻ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കും. അതുവരെ അവിടെ പ്രവർത്തനം നടത്തില്ല. ഞങ്ങൾ പല ആൾക്കാരും ആവശ്യം വെച്ചു. ജൂലൈ 4 ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി വരുന്നുണ്ട്, അതുവരെ നിർമ്മാണം. അവരതിന് കൃത്യ ഉത്തരം പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യണം, ചർച്ച തുടങ്ങുന്നതുവരെ പോലീസ് ഉണ്ടാകില്ല, അവിടെ പണി നടക്കില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്നലെ രാവിലെ തന്നെ വലിയ രീതിയിൽ പോലീസിനെ കേന്ദ്രീകരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയായിട്ടും
വൻ രീതിയിൽ പോലീസിനെ കേന്ദ്രീകരിക്കുമ്പോഴാണല്ലോ ജനങ്ങൾ കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഗവൺമെൻറ് ഡിറ്റർമൈൻഡാണ്. ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത് തീ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. തീ എന്ന് പറഞ്ഞാൽ LPG കൊടുക്കുന്നു. നിങ്ങൾക്ക് കേരളീയർക്ക് മുഴുവൻ ഞാൻ സ്വർഗം തരുന്നു, പകരം പുതുവൈപ്പുകാർ നരകത്തിലൂടെ കടന്നു പോകണം എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ചർച്ച വേണം. പോലീസ് നടപടിയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് മുന്നിൽ ഇറങ്ങിയത് ആദ്യം പരാമർശങ്ങൾ നടത്തിയത് മന്ത്രി S. ശർമ്മയും പിന്നീട് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുമാണ്. CPM ജില്ലാ സെക്രട്ടറി പോലും സമരക്കാർക്കൊപ്പം നിൽക്കുകയാണ്. അവർ പറയുന്നത് ഈ നയം, ഇത് പോലീസ് നടത്തുന്ന നയം അറിയാം. ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ CPM പ്രവർത്തകർക്ക് നേരെയും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. 2005 LDF ബന്ധുണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ മാസം അങ്കമാലിയിൽ നടന്ന പോലീസ് പരിശോധനയിൽ ഇത്തരം ചില കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി പറയുന്നു. ഈ ജനങ്ങളെ തല്ലി ഒതുക്കുന്നതല്ല സർക്കാരിന്റെ നയം എന്ന് പറയുന്നു. അത് മുഖവിലക്കെടുക്കാമോ? കാക്കിയിട്ട് ചെന്നായി എന്ന് മുഖ്യമന്ത്രി വിളിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ വ്യക്തമല്ലേ അത്? കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ TV-കാരെയും കൂട്ടി ഈ അപകടം നടന്ന ആംബർ കപ്പലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. ഇന്ന് കണ്ട വീരശൂര പരാക്രമമൊന്നും അന്ന് കാണാനില്ല. കപ്പലിൻ്റെ ചുറ്റും വിഡ്ഢിയായൊരു മനുഷ്യ പോലെ ഇങ്ങനെ റോന്തി ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ പോലെ എന്നിട്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ നടക്കുകയാണ്. ഇവിടെ നമ്മൾ വിചാരിച്ചത് എന്താണ്? ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യും. ഒരാഴ്ച കഴിഞ്ഞില്ലേ, ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്തു. മരിച്ച തൊഴിലാളിയുടെ മരിച്ചു എന്ന ഡിക്ലറേഷൻ 5 ദിവസം കഴിയുമ്പോൾ നടന്നിട്ടില്ല. ഞങ്ങൾ അങ്ങേറ്റ ആശങ്കയിലാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കപ്പലിടിച്ച് കൊല്ലണോ, കപ്പലിൽ വെടിവെച്ച് കൊല്ലണോ, അല്ലെങ്കിൽ തീരപ്രദേശത്തിൽ ലാത്തിചാർജ് ചെയ്ത് കൊല്ലണോ എന്നുള്ളൊരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് കേരളീയ സമൂഹമാണ്. 1957 സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് കാർഷിക പരിഷ്കാരം, അത് മാത്രമല്ല വിദ്യാഭ്യാസ പരിഷ്കാരം, ഏറ്റവും പ്രധാനം തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടില്ല എന്ന പ്രഖ്യാപനമാണ്. ഒരിക്കൽ കൂടി സ്വാദിഷ് ഇക്കാര്യത്തിനകത്ത് മിനിഞ്ഞാന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയവർക്കെതിരെ കുട്ടികളെ അടക്കം ജുവനൈൽ ഹോമിൽ അയച്ച നടപടി വിമർശനത്തിന് വിധേയമായിരുന്നു. ഇപ്പോഴും ആൾക്കാർ പോലീസ് സ്റ്റേഷനുണ്ട്. നമ്മൾ അവരെ കൃത്യമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ഭക്ഷണവും വെള്ളവും മരുന്നും നൽകാത്ത രീതിയിൽ പോലീസ് അവരോട് മോശമായി പെരുമാറുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. എന്താണ് അതിന്റെ വാസ്തവം? ഏകദേശം 380ഓളം പ്രവർത്തകർ ഇപ്പോഴും വിവിധ പോലീസ് സ്റ്റേഷനുകളുണ്ട്. അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമോ ഒരു ഗ്ലാസ് വെള്ളം പോലും പോലീസുകാർ കൊടുക്കാത്ത അവസ്ഥയാണ് അവിടെ സംജാതമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവർക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോലും ബാത്റൂം അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള വിവരങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റ കുട്ടികളെ പോലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ അവിടെ അന്യായമായിട്ടുള്ള രീതിയിൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. തിരികെ വരാം സ്വാദിഷ്. ശ്രീമതി കമല സദാനന്ദൻ ഡൽഹിയിൽ നിന്ന്. ഇന്നത്തെ പോലീസ് അക്രമത്തിൽ പരിക്ക് പറ്റി, കൃത്യമായി പറഞ്ഞാൽ വൃഷണം തകർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഇത് എറണാകുളത്തുള്ള CPI നേതാവ് ഫ്രാൻസിസ് കൂടിയാണ്. CPI ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പോലീസ് വേട്ടയുടെ ഉത്തരവാദിത്വം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണോ, അതോ ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലേ? അവർക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ലേ? CPI എന്ത് നിലപാട് സ്വീകരിക്കുന്നു? പുതുവൈപ്പിലെ IOC പ്ലാന്റിനെതിരെ സമരം ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ വേണ്ട എന്ന് പറയുന്ന ഒരു സംഭരണശാല, ജനങ്ങൾ മുഴുവൻ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് തീർച്ചയായും ദയവായി ക്ഷമിക്കുക ശ്രീമതി കമല സദാനന്ദൻ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജനകീയ സമരസമിതിയുടെ നേതാക്കളായ ബിജു കണ്ടങ്ങനാട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണെന്ന് അനുമാനിക്കുന്നു. ദയവായി ഞാൻ തിരികെ വരാം ശ്രീമതി കമല സദാനന്ദൻ. ശ്രീ ബിജു, താങ്കൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പോലീസ് മോശമായ രീതിയിൽ പെരുമാറുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ആ രീതിയിലാണ് താങ്കളുടെ കൂട്ടത്തിൽപ്പെട്ട ജനകീയ സമരസമിതിയുടെ നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്യുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഏത് രീതിയിലുള്ള നിലപാടാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർക്ക് എപ്പോൾ പുറത്തു വരാൻ കഴിയും? ഇല്ല, നമ്മളുടെ നിലപാട്
നമ്മൾ ഈ സമരം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഗ്രീൻ ട്രൈബ്യൂണൽ വിധി വരുന്നത് വരെ ഇത് നിർത്തിവെക്കുക, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക. ബിജു, പോലീസിന്റെ നിലപാട് എങ്ങനെയാണ്? പലർക്കും ഭക്ഷണവും വെള്ളവും മരുന്ന് പോലും നിഷേധിക്കുകയാണ്. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ പോലീസ് സ്റ്റേഷനില്ലേ ഇപ്പോഴും? പോലീസ് വെള്ളം തരാൻ മടിക്കുന്നു, ഭക്ഷണം തരാൻ മടിക്കുന്നു, ഭക്ഷണം തരുന്നില്ല. അങ്ങനെ നിരവധി നമ്മുടെ സമരത്തിലെ സഹോദരിമാരെ മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു അവസ്ഥ, അതിനോട് സാഹചര്യം ഒരുക്കാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. ബിജു, നിങ്ങൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണോ ഉള്ളത്? കസ്റ്റഡിയിലുള്ളവരെ ഇപ്പോൾ ഞങ്ങൾ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ്. പക്ഷേ ഞാറക്കൽ പോലീസുകാർ പറയുന്നത് നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ ഞങ്ങൾ അതിന് തയ്യാറല്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ അറസ്റ്റ് വരിക്കാൻ തയ്യാറായിട്ട്, റിമാൻഡിൽ പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗ്രീൻ ട്രൈബ്യൂണൽ വിധി വരുന്നതുവരെ ഇതിന്റെ നിർമ്മാണം 2 ദിവസത്തേക്കല്ല, ഇതിന്റെ നിർമ്മാണം ഗ്രീൻ ട്രൈബ്യൂണൽ വിധി വരുന്നവരെ നിർത്തിവെച്ചുകൊണ്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് വരണം. ഞങ്ങളുടെ സ്ത്രീകൾക്കെതിരെ, അമ്മമാർക്കെതിരെ എടുത്ത നടപടി, പോലീസുകാരെടുത്ത ക്രൂരമായ നടപടി, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അത് അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിച്ചുകൊള്ളൂ. പോലീസുകാർ പറയുന്നു ഞങ്ങളോട് പോയിക്കൊള്ളാൻ. ബിജു, ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകളും ഉണ്ടോ ഇപ്പോൾ? എല്ലാവരും ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കളമശ്ശേരി AR ക്യാമ്പിൽ നിന്നും മുനമ്പത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയ എല്ലാവരെയും ഞാറക്കൽ സ്റ്റേഷനിൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കുകയാണ്. സ്വാദിഷ് സത്യൻ, ഈ വിഷയത്തിനകത്ത് ചർച്ച നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. 21-ാം തീയതി ചർച്ചയുണ്ട്. പ്രതിഷേധം കൂടുതൽ വ്യാപകമായ രീതിയിലേക്ക് വരും ദിവസങ്ങളിൽ കൊണ്ടുപോവുകയാണോ, അതോ 21-ാം തീയതി വരെ? സംഭവ സ്ഥലത്തെത്തിയ കോൺഗ്രസ് ഉമ്മൻചാണ്ടി പോലും അങ്ങനെയാണ് പറഞ്ഞത്. 21-ന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി പ്രതിഷേധം ശക്തമാക്കുകയാണോ വേണ്ടതിനി? ഇല്ല, ഞങ്ങൾ ഈ പ്രതിഷേധവുമായി ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അത് ഞങ്ങൾക്ക് IOC എന്ന് പറയുന്ന ആറ്റം ബോംബായിട്ടുള്ള ആ പ്രൊജക്റ്റിനെ അവിടെ നിന്ന് മാറ്റണം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശമാണ് വൈപ്പിൻ എന്ന് പറയുന്നത്. ഈ വൈപ്പിനിൽ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുമായി ഇവിടുത്തെ ഭരണാധികാരികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ ശക്തമായിട്ടുള്ള രീതിയിൽ നേരിടുവാൻ വേണ്ടി വൈപ്പിൻ ജനത ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചു അവർ പ്രക്ഷോഭമായി മുന്നോട്ട് പോകാൻ ജനകീയ സമിതി തീരുമാനിക്കുന്നു. പ്രക്ഷോഭം IOC പ്ലാന്റിനെതിരെ എന്നുള്ളതിന് പകരം പ്രക്ഷോഭം ഇപ്പോൾ പോലീസിനെതിരെയും അത് ഫലത്തിൽ സർക്കാരിനെതിരെയുമാകുന്നു. അപ്പോൾ CPIയുടെ നിലപാട് പ്രസക്തവുമാകുന്നു. പോലീസിനെതിരെയല്ല ഈ സമരം, അവർക്ക് ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ്. IOC പ്ലാന്റ് അവിടെ വേണ്ട എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. അതിൽ പോലീസ് കടന്നു കയറി അവർ സമരം ചെയ്യുന്ന സഖാക്കളെ തല്ലിച്ചതയ്ക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും വളരെ ക്രൂരമായി തല്ലുകയും അവരെ വലിച്ച് വണ്ടിയിലിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ഈ 15-ാം തീയതി രാവിലെ കളമശ്ശേരി AR ക്യാമ്പിൽ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടു. അതോടൊപ്പം തന്നെ ആ സമരസ്ഥലത്ത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഒരു കൈക്കുഞ്ഞുമായി നിന്ന ഒരു സ്ത്രീയെ, ആ കുഞ്ഞിനെ വാങ്ങി വനിതാ പോലീസ് ഓടുന്നു. അതിൻ്റെ പുറകെ എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെപ്പോലെ ഒരു കുഞ്ഞിനെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടുപോയാൽ ഒരു പോലീസ്, ഒരു കൊച്ചുകുട്ടി ജനിച്ചു വീണ ഒരു ചെറിയ കുഞ്ഞിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഒരു വനിതാ പോലീസ് എടുത്തുകൊണ്ടുപോയി ഓടുന്ന രംഗം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടില്ലേ? അതൊന്നും ഒരു പോലീസ് ചെയ്യാൻ പറ്റുന്നതല്ല. പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് കാണുന്ന കേരളത്തെ കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, തല്ലുകൊണ്ടിട്ടുണ്ട്, അകത്ത് കിടന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ കാലഘട്ടം. ഇന്ന് അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ നമ്മുടെ സാക്ഷര കേരളത്തിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് 2-3 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ സമരം ചെയ്ത സഖാക്കളെ തല്ലി ചതച്ച് എത്ര പേരിന് ബ്ലഡ് ഒലിക്കുന്ന രീതിയിൽ ഇന്ത്യ പുറം രാജ്യങ്ങൾ വരെ തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ ഈ പുതുവൈപ്പിൽ ചെന്നില്ലേ? ഇന്ന് വൈകുന്നേരം YF നടത്തിയ സമരത്തിലേക്ക് പോലീസ് അതിക്രമിച്ച് കയറി അവിടുത്തെ പണിയാൻ വന്ന ആളുകളും പോലീസും കല്ലെറിഞ്ഞ് അവിടെ സമരം ചെയ്യാൻ ചെന്ന അരുണടക്കമുള്ള, അതുപോലെ തന്നെ ഡിബിനടക്കമുള്ള, റിനീഷ് അടക്കമുള്ള സഖാക്കളെ, ജയദീപിനെ പോലുള്ള ആളുകളെയൊക്കെ തല്ലി തലപൊട്ടി തുന്നലിട്ട് ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിലും ലിസിയിലും ലൂർദിലും ജനറൽ ആസ്പത്രിയിലും അല്ലേ? ഇത് കേരളത്തിൽ കാണേണ്ട കാഴ്ചയാണ്.
അതുകൊണ്ട് ഇതൊരു ശരിയായ നടപടിയല്ല, തിരികെ വരാം. ഗവൺമെന്റിന്റെ നയമല്ല. അങ്ങനെ ഇതുപോലെ കിരാതമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു. സ്ത്രീകളെ തല്ലിച്ചതയ്ക്കുന്നു, കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷവും ആ രീതിയിലുള്ള നിലപാട് തുടരുന്നു. ഒറ്റയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നയം അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥർ ഇവർ മാത്രം സ്വീകരിക്കുന്ന കാര്യങ്ങളാണോ ഇതിലെത്തിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഒരിക്കലുമല്ല പറഞ്ഞ കേരളത്തിലെ ഗവൺമെന്റിന്റെ ജനകീയ സമരങ്ങളോടുള്ള നിലപാട് തന്നെയാണ് ഇന്ന് പൊതുവയ്പിലും കഴിഞ്ഞ ദിവസവും പൊതുവയ്പിൽ ഉണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു ജനകീയ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുതയുടെയും ഫാസിസ്റ്റ് ശൈലിയുടെ നിലപാട് ഈ ചർച്ചയിൽ ശ്രീ സാദിഷും ശ്രീ ബിജുവും സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ കുറ്റവാളികളെ പോലെ കൊലയാളികളെ പോലെ ട്രീറ്റ് ചെയ്യുക, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവരെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കേരളമാണോ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ചോര കണ്ട് കൊതി തീർന്നിട്ടില്ലാത്ത ഒരു പാർട്ടിയാ. ആ പാർട്ടിക്ക് ഒരുപാട് പേരെ കൊന്നൊടുക്കിയ ആ വീരചരിത്രം മാത്രമേ അവർക്ക് പറയുവാനുള്ളൂ. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് ഇന്നത്തെ സമരം എന്ന് പറയുന്നത്. എന്തിനാണ് സർക്കാർ ഇങ്ങനെ ചെയ്തത്? ഒരു യതീഷ് ചന്ദ്രയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാരോ വിചാരിച്ചൊരു സർക്കാരിന്റെ നയമൊന്നും മാറ്റാൻ പറ്റത്തില്ല. യതീഷ് ചന്ദ്ര കഴിഞ്ഞ ദിവസം ചെയ്തു, അതിക്രൂരമായി ഇതിന് നേതൃത്വം നൽകി. യതീഷ് ചന്ദ്ര എന്ത് ചെയ്തു? അല്ലെങ്കിൽ അതിന് നേതൃത്വം നമ്മളൊക്കെ നമ്മുടെ കൺമുന്നിലൂടെ കണ്ട, ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട, പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചെറുവിരലെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇന്ന് CPM-ന്റെ CPI-യുടെ LDF-ന്റെ നേതാക്കന്മാരെല്ലാം പറയുക പോലീസ് ചെയ്തത് ശരിയല്ല എന്ന്. നമ്മളെല്ലാവരും പറഞ്ഞു. പിന്നെ ആരാ നടപടി എടുക്കേണ്ടത്? ഞാനോ നമ്മൾ ആരെങ്കിലും ആണോ? ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഇവിടുത്തെ DGP-യെ നിയന്ത്രിക്കുന്നതും വിരട്ടുന്നത് ADGP-യാ. നാഥനില്ല കളരിയായിട്ട് കേരളത്തിലെ പോലീസ് മാറിയിട്ട് എത്ര നാളായി? ശ്രീ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പൂർണ്ണ പരാജയമാണെന്ന് കേരളം ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു. പാവങ്ങളെ കുരുതി കൊടുത്തിട്ട് ഒരു അക്ഷരം ഉരിയാടിയിട്ടുണ്ടോ? ഇദ്ദേഹം എന്താണ് മൗനത്തിന്റെ വാഗ്മികത്തിൽ? തീർച്ചയായും തിരികെ വരാം ബിന്ദു കൃഷ്ണ. 2009 തുടങ്ങിയ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുമില്ലേ? ഗ്രീൻ ട്രിബ്യൂണലിന്റെ വിധി അല്ലെങ്കിൽ ഗ്രീൻ ട്രിബ്യൂണൽ പഠിക്കുന്നത് ഈ നാട്ടുകാരുടെ ജീവിത പ്രശ്നങ്ങളാണോ അതോ മറ്റു കാര്യങ്ങളാണോ? ഈ വിഷയങ്ങൾ കൂടെ വരാം. സ്വാദിഷ് സത്യൻ, 2009 തുടങ്ങിയ പദ്ധതിയാണ്. ഇപ്പോൾ അത് ഇത്രയും വർഷം കൊണ്ട് ഒരു വലിയ ഘട്ടത്തിലേക്ക് അത് നടന്നു പോയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായിട്ടുണ്ട്. 126 ദിവസത്തെ സമരമാണ് നിങ്ങൾ നടത്തിയിരുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടെ കാര്യമായ രീതിയിൽ സംഘടിച്ചുകൊണ്ട് ഈ സമരം നേരത്തെ നടത്തിയിരുന്നെങ്കിൽ, അതായത് ഈ സർക്കാരിന് മുൻപുള്ള കാലത്ത് തന്നെ, UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ സമരം കുറച്ചും കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമായിരുന്നില്ലേ? ഞങ്ങൾ ഏകദേശം ഈ സമരം തുടങ്ങിയിട്ട് 10 വർഷക്കാലത്തോളമായി. അതുപോലെ തന്നെ ഈ 126 ദിവസമായിട്ട് ഞങ്ങൾ ഈ പ്രക്ഷോഭത്തെ വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിനു മുമ്പും ഞങ്ങളുടെ ഈ സമരവുമായി ചർച്ചയ്ക്ക് പോലും ഇവിടുത്തെ ഗവൺമെൻറ് ക്ഷണിച്ചിട്ടില്ല. ഈ സമരത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇന്ന് അടിയും പ്രക്ഷോഭവും എല്ലാം ഉണ്ടായതിനു ശേഷമാണ് ഈ സമരത്തിന് മാധ്യമ ശ്രദ്ധ വരെ കിട്ടിയത് എന്നാണ് എനിക്കിവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്. ഏകദേശം 10 വർഷത്തോളമായി ഞങ്ങൾ ഈ സമരം തുടരുന്നു. സ്വാദിഷ്, ഒരിക്കൽ കൂടെ വ്യക്തമാക്കാനും വേണ്ടി ചോദിക്കില്ല, നിങ്ങൾ ഇപ്പോഴും പ്രക്ഷോഭമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുറ്റമുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ സമരത്തെ അടിച്ചമർത്താൻ നോക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ന് മാത്രമാണോ സമരസമിതിയുടെ നിലപാട്? സർക്കാരിന് ഇക്കാര്യത്തിൽ എന്താണ് പങ്ക്? മെട്രോയുടെ ഉദ്ഘാടന ദിവസം മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്താമെന്ന് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ലേ? അത് ലംഘിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല ജൂലൈ 4-ന് മുൻപ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നുള്ള ഉറപ്പും ലംഘിക്കപ്പെട്ടതിൽ സർക്കാരിന് എന്ത് പങ്കുണ്ടെന്ന് കരുതുന്നു നിങ്ങൾ? വാസ്തവത്തിൽ ഈ സമരത്തെ സർക്കാർ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള പോലീസിനെ ഉപയോഗിച്ച്, പോലീസ് പടയെ ഉപയോഗിച്ച് ഒരു നരനായാട്ട് തന്നെ നടത്തി അടിച്ചമർത്തുവാനുള്ളൊരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നതെന്നാണ് സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാസ്തവത്തിൽ ഞങ്ങൾ
മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ തലേ ദിവസമാണ് ഹൈക്കോർട്ടിലേക്ക് നഗരത്തിലേക്ക് ഈ സമരവുമായി മുന്നോട്ട് പോയത്. സമാധാനപരമായി നടത്തിയിരുന്ന ഈ സമരത്തെ പോലീസിൻ്റെ ലാത്തി ഉപയോഗിച്ച് അടിച്ചമർത്തിയപ്പോൾ ഞങ്ങളെയെല്ലാം തുറങ്കിലടച്ചപ്പോൾ ഞങ്ങളെയെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞങ്ങളവിടെ വിട്ടയച്ചിട്ടും ഞങ്ങളവിടെ കുത്തിയിരുന്നു. ഞങ്ങൾ ഈ സമരത്തിന് ഈ ഒരു പ്രശ്നത്തിനൊരു തീരുമാനമാകുന്നതുവരെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരികെ വരാം. സത്യൻ അഭിഭാഷകനും അതോടൊപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ ഹരീഷ് വാസുദേവനും ചേരുന്നു. ഹരീഷ്, ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിന് വേണ്ടി കോടതിയിൽ വാദിക്കുന്ന അഭിഭാഷകൻ കൂടിയാണ് ഹരീഷ്. ഈ വിഷയത്തിനകത്ത് ഹരിത ട്രിബ്യൂണലും കേസ് വരുന്നുണ്ട്. അതിനുള്ള സമയം അല്ലെങ്കിൽ അതിനുള്ള ഒരു കാല താമസം പോലും നൽകാതെ സമരക്കാരെ അടിച്ചമർത്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് സത്യവും. ഈ വിഷയത്തിനകത്ത് കൃത്യമായ നിയമലംഘനം നടക്കുന്നുണ്ട്. അതിനെതിരെയാണ് പോരാട്ടം നടക്കുന്നത്. ജീവിത പ്രശ്നത്തിലുപരി ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമലംഘനങ്ങളുണ്ട്. അത് എത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ? ഈ IOCയുടെ പ്രോജക്റ്റിനെ പറ്റി ആ കേസിൽ ഹാജരാവുന്ന അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് കൂടി എനിക്ക് സമരസമിതിയുടെ പൂർണ്ണമായ വിശദാംശങ്ങളോ സമരസമിതിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടോ അറിയില്ല. അതിനെപ്പറ്റി പറയാനും കഴിയില്ല. പക്ഷെ കേസിന്റെ വിശദാംശങ്ങളും മെറിറ്റും പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് ഏതൊരു പ്രോജക്റ്റും ഗവൺമെന്റിനോ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിനോ കൊണ്ടുവരാം. പക്ഷെ തീരദേശത്ത് കൊണ്ടുവരുമ്പോൾ തീരദേശ പരിപാലന നിയമം പാലിച്ചുകൊണ്ടായിരിക്കണം. നമുക്കറിയാം, തീരദേശ പരിപാലന നിയമത്തിൽ ഓരോ നിർമ്മാണങ്ങൾക്കും പ്രത്യേക ദൂരപരിധി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് തീരത്തിന്റെ കൂടി സുരക്ഷയും അവിടെ ഇത്തരത്തിലുള്ള ലീക്കേജോ മറ്റെന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തീരം, നമുക്കറിയാം കേരളത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കടലെടുത്ത് പോകുന്ന തീരം കൂടിയാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിന് അനുമതി ചോദിച്ചപ്പോൾ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി 5 വർഷങ്ങൾക്ക് മുമ്പ് 200 മീറ്റർ വിട്ടുകൊണ്ട് ഹൈടൈഡ് ലൈൻ എന്ന് നമ്മൾ പറയുന്ന തീരം വന്ന് അല്ലെങ്കിൽ കടൽ വന്ന് അടിക്കുന്ന ഏറ്റവും മുകൾ പ്രദേശത്ത് നിന്ന് തിരമാലയുടെ അവിടെ നിന്ന് 200 മീറ്റർ വിട്ടുകൊണ്ടായിരിക്കണം നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് എന്ന റെക്കമെൻഡേഷനോടുകൂടിയാണ് കേന്ദ്ര സർക്കാരിന് കൊടുത്തത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യം അംഗീകരിക്കുകയും 200 മീറ്റർ വിട്ട ശേഷം മാത്രമേ നിർമ്മാണം നടത്താവൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിസ്ഥിതി അനുമതി നൽകുകയും ചെയ്തു. ഈ പരിസ്ഥിതി അനുമതിയിലെ കണ്ടീഷൻ പാലിക്കുന്നില്ല. അത് കൃത്യമായി പാലിക്കണം. അതിന് ഉള്ളിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ മുമ്പാകെ കേസ് വന്നത്. ഇക്കാര്യത്തിൽ കോടതി തുടക്കത്തിൽ സ്റ്റാറ്റസ് കോ, അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ തുടരാൻ ആവശ്യപ്പെടുകയും എന്നാൽ പിന്നീട് കമ്പനി വന്ന് ഞങ്ങൾ 200 മീറ്ററിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഇനി അവിടെ നിർമ്മാണം നടത്തരുത്, പാലിച്ചുകൊണ്ടുള്ള നിർമ്മാണം തുടരാം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് വിശദീകരണം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹരിത ട്രൈബ്യൂണൽ അക്കാര്യത്തിൽ ഒരു ഇടക്കാല അതായത് തീർച്ചയായും ഒരു ഹരീഷ്, ഗ്രീൻ ട്രിബ്യൂണലിന്റെ കേസിൽ ഇവരീ പറയുന്ന ജീവിത പ്രശ്നങ്ങളല്ല ചർച്ചയ്ക്ക് വരുന്നത്. പ്രധാനമായിട്ടും കോസ്റ്റൽ റെഗുലേഷൻ ആണ് ചലഞ്ച് ചെയ്യപ്പെടുന്നത്, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അവിടുത്തെ ആശങ്കയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വേറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആശങ്കകളൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നാട്ടിലെ നിയമം പാലിച്ചുകൊണ്ടേ സർക്കാരിനും IOCക്കും അവിടെ പ്ലാന്റ് പണിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഹരീഷ്, അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ജൂലൈ 4-ന് ഇതിനകത്ത് വിധി വരുന്നത് വരെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറയുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഹരിത ട്രിബ്യൂണൽ ഇക്കാര്യത്തിനകത്ത് കൃത്യമായി പ്ലീഡിംഗ് നടന്നിട്ടില്ല. 2 മെമ്പർമാരാണുള്ളത്. അതിനകത്ത് ജുഡീഷ്യൽ മെമ്പറിനപ്പുറത്തേക്ക് എക്സ്പെർട്ട് മെമ്പർ പല സമയങ്ങളിലും ഹാജരായിട്ടില്ല എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. രണ്ടാമത്തത്, കോസ്റ്റൽ റെഗുലേഷൻ മാത്രമാണ് ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ടെന്നും IOC ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ജൂലൈ 4-ന് ഒരു പക്ഷേ സമരസമിതി പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അനുകൂലമായ ഒരു വിധി ഉണ്ടാകണമെന്നില്ലല്ലോ. അല്ല, അന്തിമമായ വിധി ഉണ്ടാകേണ്ട. ഞാൻ ആ ഒരു ജൂലൈ 4-നെ പറ്റി അത്ര വലിയ തോതിൽ പ്രതീക്ഷ കൽപ്പിക്കുന്നില്ല. കാരണം കേന്ദ്ര സർക്കാരിന്റെ നിലപാടനുസരിച്ച് അവിടെ ആവശ്യത്തിന് ജഡ്ജിമാരെ നിയമിച്ചിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്നത്തെ കാര്യം നമ്മൾ എടുത്താൽ ഇന്ന് ആ നിർമ്മാണം നടത്തുന്നതിനുള്ള തടസ്സം എന്ന് പറയുന്നത് അവരുടെ പരിസ്ഥിതി അനുമതി തന്നെയാണ്. അവർ വാങ്ങിച്ച പരിസ്ഥിതി അനുമതിയിലെ നിബന്ധനയനുസരിച്ച് 200 മീറ്ററിനകത്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിധിയെപ്പറ്റി കാക്കണം എന്നല്ല, നിലവിലുള്ള വിധി അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ പാലിച്ചുകൊണ്ടല്ലാതെ അവിടെ നിർമ്മാണം നടത്താൻ കഴിയില്ല. തീർച്ചയായും നടക്കുന്ന നിയമം റൈറ്റ്. ഇപ്പോൾ വീണ്ടും ചാൾസ് ജോർജ്, ഇതാണ് പ്രശ്നം. ജൂലൈ 4 വരെയുള്ള ഒരു ഗ്രീൻ ട്രിബ്യൂണലിന്റെ വിധി വരെ കാത്തു നിൽക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരുപക്ഷെ അനുകൂലമായ നടപടി ഉണ്ടായേക്കില്ല. ആ രീതിയിലുള്ള ഒരു നോഷൻ ബാക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ രീതിയിലുള്ള പ്രക്ഷോഭം ഇനിയും ശക്തമാക്കേണ്ടതായി വരും. അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് 2 സർക്കാരുകളുമല്ലേ? കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരിനൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാരും
കേന്ദ്രവും ഈ വിഷയത്തിനകത്ത് ഉത്തരം പറയേണ്ടതായി വരില്ലേ? എത്രത്തോളം പ്രിവെന്റ് ചെയ്ത് നിർത്താൻ കഴിയും ഇനി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ നിയമപരമായി? ഇതിൽ നിയമപരമായ ഒരു പ്രശ്നമുണ്ട്, പൊളിറ്റിക്കലായ രാഷ്ട്രീയമായ ഒരു വിഷയമുണ്ട്. ഒന്ന്, നിയമപരമായിട്ട് പറഞ്ഞാൽ കോസ്റ്റൽ റെഗുലേഷൻ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ഏത് തെമ്മാടുത്തം, ആ വാക്ക് ഉപയോഗിക്കാനുള്ളത്, ഏത് തെമ്മാടുത്തവും നടത്താൻ പോർട്ടുകൾക്ക് അവകാശം കൊടുക്കുന്ന രീതിയിലാണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആക്ട് ഭേദഗതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ ഇത് വരും. ഞാൻ ചോദിക്കട്ടെ, ഈ എറണാകുളം ജില്ലയിൽ കൊച്ചി തുറമുഖത്തിൻ്റെ ഭാഗമാണിത്. അവർ കേരളത്തിലെ അഭിനവ പരശുരാമനാണ്. അവർ ഒരു നിയമവും പാലിച്ചിട്ടില്ല. ലുലുവിന് വേണ്ടി 20 ഏക്കർ നികത്തി കൊടുത്തിട്ട് അതിന് വടക്കുവശം മുഴുവൻ വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർക്കിതൊന്നും ഒരു ബാധകമല്ല. ഇതിൽ ഇത്തരം കാര്യങ്ങളിൽ ജീനി കെട്ടിയ ഒരു കുതിര പോലെ സർക്കാർ പോകാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. മനുഷ്യൻ, പ്രകൃതി, വികസനം ഇതൊക്കെ പരസ്പര ബന്ധമായി കാണുന്ന ഒരു നയം മുന്നോട്ട് വെച്ച ഇതേ സാഹചര്യമാണ് യുഡിഎഫിന്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? അതോടൊപ്പം തന്നെ തിരികെ വരാം ചാൾസ് ജോർജ്, യുഡിഎഫിന്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഇപ്പോൾ ഇതിനകത്ത് മറ്റ് ചില ലീഗൽ വിഷയങ്ങളുണ്ട്. രണ്ടാമത് ശ്രീ ഉമ്മൻചാണ്ടി ഈ സ്ഥലത്ത് പോയപ്പോൾ പറഞ്ഞിരിക്കുന്നത് 21-ാം തീയതി ചർച്ച നടക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാം. കൃത്യമായി പോലീസിനെതിരെ നടപടിയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് DCPക്കെതിരെ നടപടിയെടുക്കണം, DCPയെ മാറ്റണം എന്നൊന്നും കോൺഗ്രസുകാർ വ്യക്തമായി പറയാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസുകാർക്ക് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിട്ടുണ്ടാവുക അവിടുത്തെ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് ഈ പ്ലാന്റ് കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പറയാമെന്നായിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപാട് നിയമ ലംഘനവും ഉണ്ട്. അത് എത്രത്തോളം കൃത്യമായി വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോൺ ഡെവലപ്മെന്റ് സോൺ അടക്കമുള്ള പ്രദേശത്താണ് നടക്കുന്നത്. അവിടെ 2-3 മീറ്റർ എപ്പോഴും സോയിൽ ഇറോഷൻ നടക്കുന്ന സ്ഥലവുമാണ്. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ 80% ഇത് പൂർത്തിയായതായും കേൾക്കുന്നു. അതുകൊണ്ട് ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ രണ്ടാമത്തെ കാര്യം. ആ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ തീർച്ചയായും ആധികാരികമായി അതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ കൂടി സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അറിവ് കൂടി അതിനെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് UDF ആയിരുന്നുവെങ്കിൽ ഇന്ന് പുതുവൈപ്പിന് നടന്ന സംഭവത്തെ എങ്ങനെ നേരിടുമെന്ന്. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്ന മൂന്നാറിലെ വനിതകൾ നടത്തിയ, തോട്ടം തൊഴിലാളി സ്ത്രീകൾ നടത്തിയ സമരം. ആ സമരത്തിന് പോലീസ്, അന്നത്തെ പോലീസ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ആ സമരം അവസാനിപ്പിച്ച് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ആ സമരം ഒത്തുതീർപ്പാക്കിയപ്പോൾ അന്നത്തെ മൂന്നാർ DYSP അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും തോളിലേറ്റി ആനന്ദം നൃത്തം ചെയ്തു സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ. പോലീസ് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞാൽ UDFന്റെ ഭരണകാലത്തെ പോലീസ് ആയിരിക്കണം. അല്ലാതെ പിണറായിയുടെ ഗവൺമെന്റ് ഭരണകാലത്ത് പാവങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന പോലീസ് ആകരുത്. കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അയാൾ സർവീസിൽ കാണരുത്. യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാർക്ക് കയറി നിരങ്ങാനുള്ളതല്ല കേരളത്തിലെ പൊതുജനങ്ങളുടെ ശരീരമെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ചെറുവിരലെങ്കിലും ശ്രീ പിണറായി വിജയനോ ഈ ഗവൺമെന്റോ എടുത്തിട്ടുണ്ടോ? ഇപ്പോഴും ആലോചിക്കുകയല്ലേ? എന്താണ് ഇനി ആലോചിക്കാൻ? പോലീസിന്റെ നരനാരായണനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ തീർച്ചയായും ശ്രീമതി കമല സദാനന്ദൻ ധനമന്ത്രി ഈ വിഷയത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു, ടെർമിനൽ വേണ്ടേ, ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ ഇത്, അതിന്റെ സുരക്ഷയാണ് അന്വേഷിക്കേണ്ടത്. ഒരു സ്ഥലത്ത് ആശങ്കയാണ് പ്രശ്നമെങ്കിൽ, അപകടമുണ്ടാകുമെന്നുള്ള ഒരു ഭീഷണിയാണ് പ്രശ്നമെങ്കിൽ അത് ജനങ്ങളെ എങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് സർക്കാർ ആലോചിക്കുകയാണ് വേണ്ടത്. സർക്കാരിന്റെ ഭാഗമാണ് CPI. ആ വിഷയത്തിനകത്ത് തല്ലിച്ചതച്ചത് ഏത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിലും പ്രതിച്ഛായ നഷ്ടപ്പെടുന്നത് സർക്കാരിനാണ്. ഇനി സമരവുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ജനങ്ങൾ ചെയ്യുന്നെങ്കിൽ നിയമക്കുരുക്കിന്റെ പുറത്ത് കൂടുതൽ കുരുക്കുകളിലേക്ക് ജനങ്ങൾ പോകില്ലേ? സർക്കാർ എന്ന രീതിയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്ത് നടപടി ഇനി സ്വീകരിക്കും? തീർച്ചയായും സമരക്കാർ ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ മുന്നോട്ട് തന്നെ പോകും. എനിക്ക് തോന്നുന്ന 21-ാം തീയതി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് നേരത്തെ ആകേണ്ടതായിരുന്നു. ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ മുഴുവനും ലാത്തിച്ചാർജ് ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ഇപ്പോഴും നൂറുകണക്കിന് പേര് പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ ബിന്ദു കൃഷ്ണ പറഞ്ഞതിനോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം പ്രതികരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തും നിരവധിയായ സമരങ്ങൾ ഞാനടക്കമുള്ള ആളുകൾ നടത്തിയപ്പോൾ എന്നെപ്പോലുള്ള എനിക്ക് തന്നെ 14ഓളം കേസുകൾ എൻ്റെ പേരിൽ ചാർജ് ചെയ്തിട്ടുണ്ട്. സമരം ചെയ്യാൻ അന്ന് യാതൊരു രക്ഷയില്ലായിരുന്നു. ലാത്തിയടിക്കണ്, അതുപോലെ തന്നെ
വെള്ളം ചീറ്റിക്കണ്, ഗ്രനേഡ് എറിയണ്, കണ്ടതാണല്ല. ഒരു പെൺകുട്ടി സമരം ചെയ്തപ്പോൾ അതിനെ ഓടിച്ചിട്ട് കോട്ടയത്തു നിന്ന് സന്തോഷം എന്ന് പറഞ്ഞ ഒരാൾ ഓടിച്ചിട്ട് അടിച്ചിട്ട് നിൽക്കാൻ പറ്റാതെ ഓടണത്. എന്തായാലും സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശം അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ സംഭരണി അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ നടത്തണം. പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പിന്തുണ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, രാഷ്ട്രീയ പാർട്ടികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ കൃത്യമായ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണ ലഭിക്കുന്നുണ്ട്, കൂടുതൽ പേർ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ സമരം ഹൈജാക്ക് ചെയ്യപ്പെടാനും പാടില്ല. സമരസമിതി കൃത്യമായി എന്ത് രീതിയിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു? ഇനി വരുന്ന ദിവസങ്ങളിൽ 21-ാം ദിവസത്തിലെ ചർച്ചയ്ക്ക് എത്രത്തോളം പ്രതീക്ഷ കൽപ്പിക്കുന്നു നിങ്ങൾ? ഈ സമരം എന്ന് പറയുന്നത് വൈപ്പിൻ ജനത ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു സമരമാണ്. ഈ സമരത്തിൽ കോൺഗ്രസും അതുപോലെ പല രാഷ്ട്രീയ പാർട്ടികളും, അത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, CPM ആയിക്കൊള്ളട്ടെ, CPI ആയിക്കൊള്ളട്ടെ, അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും ഈ സമരം ഇത്രയും ദിവസങ്ങളായി മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഈ IOC എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റ് അവിടെ നിന്ന് ഇല്ലാതാക്കുവാൻ വേണ്ടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലും സാധിക്കില്ല. കാരണം ഇത് വൈപ്പിൻ ജനത ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു സമരമാണ്. 2200 കോടി രൂപയുടെ പദ്ധതിയാണ്, അത് രാജ്യത്തിന് ആവശ്യവുമാണ്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളെ പോലീസിന് തല്ലിച്ചതയ്ക്കാൻ വിട്ടുകൊടുത്തുകൊണ്ടല്ല ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരേണ്ടത്. അതുകൊണ്ട് തന്നെ കിരാതമായി നടന്ന ഈ പോലീസ് വേട്ടയ്ക്ക് ഉത്തരവാദിത്തം പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതിൽ നിന്ന് സർക്കാരിന് ഒളിച്ചു മാറാൻ കഴിയുകയുമില്ല ഒരു കാലത്തും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ചാൾസ് ജോർജ്, സ്വാതിഷ് സത്യൻ, ബിന്ദു കൃഷ്ണ, കമല സദാനന്ദൻ, അതോടൊപ്പം തന്നെ ഹരീഷ് വാസുദേവൻ ഫോണിലും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.